ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഓപ്പറേഷൻ കഴിഞ്ഞത് മുതൽ ദേവ്യാനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. വയ്യാത്ത ദേവ്യാനിക്ക് കൊടുക്കുന്ന കെയറും കാര്യങ്ങളൊക്കെ നയനയ്ക്ക് കൊടുക്കുന്നത് കണ്ടിട്ട് ദേവ്യാനിക്ക് നല്ല ഡൗട്ട് അടിക്കാൻ കേട്ടോ. അപ്പൊ ദേവ്യാനി ഇങ്ങനെ സ്വയം ചിന്തിക്കുന്നുണ്ട്, ഈശ്വര, ഇനി ഇവളെങ്ങാനായിരിക്കോ എനിക്ക് ബ്ലഡും ലിവറും തന്നത്? ഏയ്, അങ്ങനെ വരാൻ സാധ്യതയില്ല. അത്ര നല്ലവളൊന്നല്ലേ ഇവള്. എന്തായാലും അസുഖം എനിക്കല്ലേ, എന്നേക്കാൾ കയർ അവക്ക് കൊടുക്കുന്നത്. പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം ഭർത്താവും മകനും ഒക്കെ അങ്ങനെ തന്നെയാ. അതേസമയം ദേവ്യാനിയുടെ രക്തം തിളപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട്. ഏട്ടത്തിയുടെ മരുമകളോടെ ഇവർക്കൊക്കെ ഇപ്പൊ പ്രത്യേക സ്നേഹമാ. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. അതെന്താ ജാനകി അങ്ങനെ? ആദ്യം ഞാൻ വെറുത്തിരുന്നപ്പോ അവരവളെ സ്നേഹിച്ചവരാ. ഇപ്പൊ ഞാൻ 100% വെറുത്തപ്പോ അവര് 100 മടങ്ങ് സ്നേഹിക്കുക. അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏട്ടത്തിയുടെ മോളെ എല്ലാവരെയും മയക്ക് കുപ്പിയിലാക്കി. എന്തായാലും അവക്ക് എന്നെ മയക്കാൻ പറ്റില്ല. ഇതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ദേവ്യാനി നയനെ കാണാൻ വേണ്ടി മുറിയിലോട്ട് വരികയാണ്. നയന റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബെഡിൽ കിടക്കുന്നുണ്ട്. ഇത് കണ്ടോണ്ടാണ് ദേവ്യാനി മുറിയിലോട്ട് കയറുന്നത്. ദേവ്യാനി കണ്ട പാടെ തന്നെ നയന പതുക്കെ എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ട്. അയ്യോ, എഴുന്നേൽക്കണ്ട, അവിടെ തന്നെ കിടന്നാട്ടെ തമ്പുരാട്ടി. ഇപ്പൊ എന്നെക്കാളും വലിയ അസുഖക്കാരി നീയാണല്ലോ. അമ്മ, എനിക്ക് വയറിനൊട്ട് സുഖമില്ല, അതാ ഞാനൊന്ന് കിടന്നത്. ഓ, നിനക്കൊന്ന് വയറിന് സുഖമില്ല. ഞാൻ നിന്നെ നോക്കാൻ ചുറ്റിലും ഒരുപാട് പേരില്ലേ. ഇവിടെ കരള് മാറ്റിവെച്ച് എന്നെ നോക്കാൻ ആരും ഇല്ലാത്തത്. അമ്മ എന്തിനിപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഒരു വയറുവേദന വന്നപ്പോഴേക്കും അവള് ചാടിക്കേറി കിടക്കുക. കൃത്യസമയം തന്നെ അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട്. വല്യമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എവിടേക്ക് തിരക്കിയെന്നറിയോ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു മോളെ. ഇവളൊരു അസുഖം നടിച്ച് കിടക്കുക. അതേ വല്യമ്മേ, കുറച്ചു മുമ്പ് വരെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇവർക്ക് പെട്ടെന്നൊരു വയറുവേദന. അതെങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഇവർ വെറുതെ ആക്ട് ചെയ്യുന്നതാണെന്ന്. അനാമിക, എനിക്ക് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് വയറ് നന്നായി വേദനിക്കുന്നുണ്ട്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അതെ, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല. നിങ്ങൾ എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ പിന്നെ അത് ആരാ ഉണ്ടാക്കുന്നേ? ഇവിടെ ഇപ്പൊ ജോലിക്കാരെ വേണ്ടാന്ന് വെച്ചെന്നെ നിങ്ങൾ ഉണ്ടായതുകൊണ്ടാ. വലിമേ, രാവിലെ പട്ടിണി എടുക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്കാണെങ്കിൽ സമയത്തിന് ആഹാരം കഴിക്കണം, ഇല്ലെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങളാ. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, എടി, മോള് പറഞ്ഞത് കേട്ടില്ലേ? ചെന്ന് പെട്ടെന്ന് പോയി ഇവർക്കൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക്. അമ്മേ, സത്യമായിട്ട് എനിക്ക് ഒട്ടും വയ്യാത്തോണ്ടാ ഞാൻ ഇവിടെ വന്ന് കിടന്നത്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ദേ, നിന്റെ നാടകമൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇനിയും ഒരുപാട് സമയം ഇങ്ങനെ വിശന്നോണ്ടിരിക്കാൻ വയ്യ എനിക്ക്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവുക. ഇത്രയും വലിയ വീട്ടിലൊരു ജോലിക്കാരിയുമില്ല. ജോലിക്കാരിയാണെന്ന് പറയുന്നവളാണെങ്കിലോ ഓരോ അടവ് പ്രയോഗിച്ച് കിടക്കയിരിക്കുകയും ചെയ്യുക. അപ്പൊ നയന പറയുന്നുണ്ട്, അനാമിയെ, ഇന്ന് നിനക്ക് കിച്ചണിൽ കയറി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിക്കൂടെ? എനിക്കിന്ന് ഒട്ടും വയ്യായിട്ടാ. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, മിണ്ടായിരിക്കടി, നീയേ വലിയ വർത്താനമൊന്നും പറയണ്ട. അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് എന്റെ കാലിൽ നല്ല വേദനയുണ്ട്. പറഞ്ഞത് കേട്ടില്ലേ? എഴുന്നേക്കാൻ നോക്ക്. മടി പിടിച്ച് അവിടെ കിടക്കാൻ നിൽക്കണ്ട. കൃത്യസമയം അങ്ങോട്ടേക്ക് ആദർശ് എത്തുന്നുണ്ട്. അമ്മേ. ഹോ, വന്നല്ലോ ഭാര്യയുടെ സാരി തൊമ്പി തൂങ്ങി നടക്കുന്നവൻ. എന്തിനാടാ ഇവള് കൂടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നത്? ഇവക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. ഇപ്പൊ ഏത് സമയം അവക്കൊരു വയറുവേദനയും തലവേദനയും. ഇപ്പൊ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നെക്കാൾ വലുത് ഇവളാണല്ലോ. ഇവളുടെ ആരോഗ്യമാണ് നിങ്ങൾക്കൊക്കെ വലുത്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? നയനിക്ക് ഒട്ടും വയ്യ. നയൻ എന്നോട് രാവിലെ പറഞ്ഞിരുന്നു വയറിന് തീരെ സുഖമില്ലെന്ന്. എന്നിട്ട് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ കിച്ചണിൽ കയറി. ഒട്ടും പറ്റായിട്ടാ ഇവിടെ വന്ന് കിടക്കുന്നത്. ആണോ? അവള് നിന്നോട് നേരത്തെ പറഞ്ഞു വെച്ചതാണല്ലേ? അപ്പൊ അനാമിക പറയുന്നുണ്ട്, നാണമില്ലല്ലോ ആദർശേട്ടാ ഈ ഭാര്യ ഇങ്ങനെ രക്ഷിക്കാൻ. ദേനാമിക, നീ കൂടുതൽ പറയൊന്നും വേണ്ട. അത് പറയാനുള്ള അർഹത നിനക്കില്ല. ഇത്രയും വളർന്നു വലുതായിട്ടും ഭക്ഷണം വെച്ച് വിളമ്പാൻ അറിയില്ലെന്ന് വെച്ചാൽ അത് വളരെ മോശമാണ്. ഒന്നുമില്ലെങ്കിലും മര്യാദയ്ക്ക് ഒരു ചായ എങ്കിലും ഇടാൻ പഠിക്കണം. അതുപോലും അറിയാത്തവൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള ഒരു അധികാരവും ഇല്ല. നിനക്ക് വല്ലതും വേണമെങ്കിലേ നീ ഉണ്ടാക്കി കഴിച്ചോ. എന്തിനാ നയനെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത്? അപ്പൊ ദേവേനി പറയുന്നുണ്ട്, ദേ നയനെ, നീ മടി പിടിച്ചിങ്ങനെ കിടക്കാത്ത മര്യാദയ്ക്ക് എന്തെങ്കിലും വന്ന് ഉണ്ടാക്കാൻ നോക്ക്. പെട്ടെന്ന് ഞാൻ അനാമിക മോൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്ക്. ഇതും പറഞ്ഞ ദേവ്യാനി അനാമികയും കൂട്ടി അവിടെ നിന്ന് പോവാൻ കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നയനെ, നീ അതൊന്നും കാര്യമാക്കണ്ട. നീ റെസ്റ്റ് എടുത്തോ. അമ്മയ്ക്ക് അറിയില്ലല്ലോ നീ എന്തുകൊണ്ടാ വയറുവേദന എന്ന് പറയുന്നതെന്ന്. അമ്മ നിന്നോടുള്ള ദേഷ്യം വെച്ച് പറയുന്നതാ. അതൊന്നും കാര്യമാക്കണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ. എന്നാൽ അമ്മയ്ക്ക് എന്നോട് വെറുപ്പുണ്ടെങ്കിലും അത് ഇരട്ടിപ്പിക്കുന്നത് അനാമിക അവളുടെ അമ്മയൊക്കെയാണ്. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞാൽ മനസ്സിലാവാത്ത ചില കൂട്ടങ്ങൾ അതൊക്കെ. അതുകൊണ്ട് നീ അതൊന്നും കണ്ടില്ലേന്ന് നടിച്ചാൽ മതി. നീ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ഇവിടെ വേറെയും കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ. മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിന്റെ ആരോഗ്യകാര്യത്തിൽ നല്ലോണം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന്. അതുകൊണ്ട് നീ ഇപ്പൊ കിച്ചണിൽ കയറണ്ട. മരുമകൾക്ക് വെച്ച് വിളമ്പി കൊടുക്കണമെങ്കിലേ ചെറിയമ്മ ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ അപ്പച്ചിയില്ലേ, അവരാരെങ്കിലും ചെയ്തോളൂ. എന്നാലും ആദർശേട്ടാ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് നീ ആദ്യം നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. നീ ഇപ്പൊ താഴോട്ട് വരണ്ട. ഓക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ കാലിയായ കുറെ പാത്രങ്ങൾ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. മുത്തശ്ശി ഭക്ഷണമൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഒന്നും കാണുന്നില്ല. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല, ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇതിലൊന്നും ഒന്നും കാണാനില്ല. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെന്ത് പറ്റി? ഇന്ന് ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ലേ? അറിയില്ല. ജാനകി, ജലജേ, എവിടെ പോയി? അപ്പൊ ജലജ വരുന്നുണ്ട്. എന്താ അമ്മേ?
എന്താണോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലേ? ആ അത് നയന ഒന്നും ഉണ്ടാക്കിയില്ലേ? നയനയോ? നയനയ്ക്ക് വയ്യാത്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അവക്ക് പ്രത്യേകിച്ച് വയ്യായികയൊന്നും ഇല്ലല്ലോ, ഒരു വയറുവേദനയല്ലേ. എന്നാ ഇത് കേട്ടോണ്ട് ദേവ്യാനെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അതത്ര നിസ്സാര വയറുവേദനയൊന്നും അല്ല, ഡോക്ടറെ കാണിച്ചിട്ട് നല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാ. അതുകൊണ്ട് നയന മോൾക്ക് കിച്ചണിൽ കയറാൻ പറ്റില്ല. അപ്പൊ നിങ്ങളല്ലേ അതൊക്കെ കണ്ടറിഞ്ഞ് എന്തേലും ഉണ്ടാക്കേണ്ടത്. അയ്യോ അച്ഛാ, ഞാൻ നയന എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് കരുതി. അപ്പൊ ജാനകി പറയുന്നുണ്ട്, എന്താ ചെളിച്ചേ, ഇന്ന് നയന ഒന്നും ഉണ്ടാക്കിയില്ലെന്ന്. അതെന്താ നയന ഉണ്ടാക്കാഞ്ഞത്? അവൾ എന്തോ കള്ള വയറുവേദനയെ നടിച്ച് കിടക്കുവല്ലേ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, ജലജെ നിന്നോട് അച്ഛൻ പറഞ്ഞില്ലേ അതത്ര നിസാര വയറുവേദനയല്ലെന്ന്. ദേവ്യാനിയുടെ അസുഖത്തെ പോലെ തന്നെ നമ്മൾ നയനയുടെ അസുഖം കാണണം. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, അതെന്തിനാ, അവക്ക് എന്ത് കുഴപ്പം അതിനു മാത്രം ഉള്ളത്? എനിക്ക് നടന്നത് വലിയൊരു ഓപ്പറേഷനാ, കരള് മാറ്റി വെക്കുന്നത്. അത്രയും വലുതൊന്നുമല്ലല്ലോ അവളത്. ഒരു നിസ്സാര വയറുവേദനയ്ക്കാണ് അവൾ ഇത്രയും തലയിലെടുത്ത് വെക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ, അവൾ ഇതുവരെ വന്ന് ഉണ്ടാക്കിയില്ലല്ലേ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവേനി നീ വെറുതെ ഞങ്ങളില്ലാത്ത സമയത്ത് നയനമോളെ കൊണ്ട് പണിയെടുപ്പിക്കരുത്. ആ കുട്ടിക്ക് നല്ല റെസ്റ്റ് പറഞ്ഞിരിക്കുക, അവളങ്ങനെ റെസ്റ്റ് എടുക്കണ്ട. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് തരുന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം അവൾക്കാണല്ലോ എല്ലാരും കൊടുക്കുന്നത്. അതെന്താ? എനിക്കറിയണം എന്തുകൊണ്ട് അവളെ എല്ലാവരും ഇങ്ങനെ കെയർ ചെയ്യുന്നതെന്ന്. ഇത്രയും മരുന്നൊക്കെ കഴിക്കാൻ മാത്രം എന്ത് അസുഖം അവക്കുള്ളത്? അസുഖമായി കിടക്കുമ്പോൾ പോലും എന്നേക്കാൾ കൂടുതൽ കെയർ ചെയ്യുന്നത് എല്ലാവരും അവളെയാ. എനിക്ക് പോലും തരാത്ത പ്രാധാന്യം അവക്ക് കൊടുക്കുന്നത് അതെന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം ഒന്നും പറയാൻ കഴിയാതെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഇതിന് മറുപടി കൊടുക്കാൻ കഴിയാതെ മുത്തശ്ശൻ അവിടുന്ന് പോകുന്നുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ മുത്തശ്ശിയും പോവാണ് കേട്ടോ. കണ്ടില്ലേ, അച്ഛനും അമ്മയ്ക്കും മറുപടി തരാൻ പറ്റുന്നില്ല. അതിനർത്ഥം എന്തോ ഒന്ന് ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇത് പറഞ്ഞ് ദേവ്യാനെ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവ്യാനെ സ്വയം മനസ്സിൽ കരുതുന്നുണ്ട്, ഇവളെ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്, അല്ലാതെ അവരെല്ലാവരും കൂടി ഇവളെ ഇത്രത്തോളം സ്നേഹിക്കില്ല. പ്രത്യേകിച്ച് ജയേട്ടനും ആദർശനും മുൻപുണ്ടായിരുന്നേക്കാൾ ഇരട്ടി സ്നേഹമാണ് അവളോട് ഇപ്പോൾ ഉള്ളത്. എന്താ, അവളാണോ എനിക്ക് ബ്ലഡും കരളും തന്നത്? ഏയ്, അങ്ങനെ ഒട്ടും വരാൻ സാധ്യതയില്ല. അത്രയും നന്മയൊന്നും അവൾക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.